വോട്ട് എന്ന് പറയുന്നത് ഏതൊരാളുടെയും ജനാധിപത്യ അവകാശമാണ്. അതിനകത്ത് അദ്ദേഹം വോട്ട് ചെയ്യാൻ വരുന്നതും വരാതിരിക്കുന്നതുമെല്ലാം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമാണ്. ഈ കഴിഞ്ഞ 10-13 ദിവസം കേരള പോലീസ് എന്തുകൊണ്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്തില്ല? അവരുടെ കയ്യിൽ ഈ പരാതി കിട്ടി, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിൽ അന്വേഷണം കാര്യങ്ങളിൽ അതിൽ കേരള പോലീസ് എന്തിനാണ് ഈ ഒളിച്ചുകളി നടത്തേണ്ടതായിട്ടുള്ളത്? ഇദ്ദേഹത്തെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതോ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള സാഹചര്യമില്ല. ഇതെല്ലാം പോലീസിനെ കൊണ്ട് സാധിക്കുമായിരുന്നു. പോലീസിൻ്റെ മേലുള്ള ആ സമ്മർദ്ദ ശക്തി ആരുടേതാണ്? അത് കേരള പോലീസ് വ്യക്തമാക്കുന്നതാണ്. കോൺഗ്രസും ബി ജെ പിയും ശക്തമായ നേർക്കുനേർ പോരാട്ടം നടക്കുന്ന ഒരു നഗരസഭയാണ് പാലക്കാട് നഗരസഭ. അവിടെ ശക്തമായ മത്സരം നടക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ഈ കുന്നത്തൂർ നോർത്തിലാണ്, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഡിവിഷനിലാണ്. ഇവിടെ ഇപ്പോൾ പാലക്കാട് ബി ജെ പിയുടെ പ്രസിഡൻ്റായ പ്രശാന്ത് ശിവൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എത്രത്തോളം ഉണ്ട് ഈ പാലക്കാട് മുനിസിപ്പാലിറ്റി ബി ജെ പിയുടെ? മുനിസിപ്പാലിറ്റിയിൽ വലിയ രീതിയിൽ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിൽ വരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കഴിഞ്ഞ 2 തവണ ബി ജെ പിക്ക് ലഭിച്ച സീറ്റുകളേക്കാൾ വലിയ വർധനവ് ഇത്തവണ ഉണ്ടാവും. ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരിക്കും ബി ജെ പിയുടെ ഭരണസമിതിക്ക് ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ല, ഈ തർക്കങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് മാധ്യമ സൃഷ്ടിയില്ല. അഭിപ്രായങ്ങൾ പലരും തുറന്നു പറഞ്ഞിരുന്നു, അഭിപ്രായ വ്യത്യാസങ്ങളായിരുന്നു. പക്ഷേ അതെല്ലാം ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് അഭിപ്രായ സമന്വയത്തിലേക്ക് എത്തി വലിയ രീതിയിലുള്ള മുന്നേറ്റം പാർട്ടി ഉണ്ടാക്കും. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരു ടീം പാലക്കാട് എന്നുള്ള രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞങ്ങളുടെ സംസ്ഥാന ദേശീയ തലത്തിലുള്ള നേതാക്കന്മാർ വരെ വാർഡ് കയറിക്കൊണ്ട് ഓരോ സ്ഥാനാർത്ഥികളുടെയും വിജയത്തിന് വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. മുൻപേതും ഇല്ലാത്ത രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ പല ഉറച്ച വാർഡുകളും ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരികയും തന്നെ ചെയ്യും. 10 വർഷം തുടർച്ചയായിട്ട് ഇപ്പോൾ ബി ജെ പി ആയിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം വോട്ടാകുമെന്നാണ് UDF പറയുന്നത്. അത് ആ ഒരു തിരിച്ചടി ഉണ്ടാവുമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ കാര്യം തന്നെ നോക്കിയാൽ മതിയല്ലോ. ഇത് ബി ജെ പി ഭരിച്ചു വരുന്ന സംസ്ഥാനങ്ങളായിക്കോട്ടെ, ബി ജെ പി ഈ ഇന്ത്യ മഹാരാജ്യം ഭരിച്ചു വരുന്ന എല്ലാ കാഴ്ചകളെടുത്ത് നോക്കിയാൽ തുടർഭരണം ബി ജെ പിക്ക് ഭരണം ലഭിച്ച സ്ഥലങ്ങളിൽ അത് നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നുള്ളത് സ്വാഭാവികമായിട്ട് കോൺഗ്രസ് അത്തരത്തിൽ പറയല്ലാതെ വേറെ നിർവാഹമില്ല. ഇവിടെ കോൺഗ്രസിൻ്റെ തന്നെ ഈ വാർഡിൽ നമ്മളിപ്പോൾ ഈ ചാനൽ ബൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഈ വാർഡിൽ കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ആൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ പല വാർഡുകളിലും റിബൽ സ്ഥാനാർത്ഥികളുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല. അവരുടെ റിബൽ സ്ഥാനാർത്ഥികളെയും അവരുടെ ഉള്ളിലെ വിമത സ്വരങ്ങളെയും മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ പറയുന്നത്. അത് ഭാരതീയ ജനതാ പാർട്ടി ഒറ്റക്കെട്ടായാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഏറ്റവും അധികം 53 വാർഡിൽ 53-നേക്കാൾ കൂടുതൽ സ്ഥാനാർത്ഥികൾ വീണു. ഇവിടെ യാക്കര സെൻട്രൽ പറഞ്ഞ വാർഡുണ്ട്. ആ വാർഡിനകത്ത് 32-ാം നമ്പർ വാർഡ്, ആ വാർഡിൽ UDF തന്നെ നേതാക്കന്മാരായ 3 പേരാണ് പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ബി ജെ പിക്ക് ഇല്ല, കോൺഗ്രസിനകത്താണ് ആ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്. മറ്റൊന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാർഡ് കൂടിയാണത്, അദ്ദേഹത്തിന് വോട്ടുള്ളതാണ്. അദ്ദേഹം ഇപ്പോൾ വോട്ട് ചെയ്യാൻ എത്തുമെന്നൊക്കെ കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് ബി ജെ പി അതിനെ കാണുന്നത്? അല്ല, ബി ജെ പി ഇതിൽ ആരുടെ വാർഡാണെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ ഇതിനേക്കാൾ ഈ കോൺഗ്രസിൻ്റെ പല ഉന്നത നേതാക്കന്മാരുടെയും വാർഡുകളിൽ ബി ജെ പി ജയിച്ച് കയറി വന്നിട്ടുണ്ട്. ശങ്കരനാരായൺ സാർ മുൻ ഗവർണറായിരുന്നു, അദ്ദേഹത്തിൻ്റെ വാർഡ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കോൺഗ്രസിൻ്റെ ഉറച്ച കോട്ടകളെന്ന് വിശ്വസിക്കുന്ന കോൺഗ്രസിൻ്റെ പല പ്രധാന വാർഡുകളും ഇത്തവണ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ബി ജെ പി പിടിച്ചെടുക്കും. നിലവിൽ മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മുൻകൂർ ജാമ്യം ഇന്നലെ കിട്ടി. കാരണം ഇനിയിപ്പോൾ വോട്ട് ചെയ്യാൻ പുറത്തിറങ്ങാനുള്ള ഒരു അവസരമായി ഏതായാലും നിൽക്കുന്നുണ്ട്. അതങ്ങനെ അല്ല, അതിനകത്ത് ഈ വിഷയത്തിൽ തുടക്കം മുതൽ ബി ജെ പി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊരു സീരീസ് ഓഫ് ക്രൈമാണ്, ഒരു സിംഗിൾ കേസ് വരുന്നതല്ല. ഈ വിഷയത്തിനകത്ത് കേരളത്തിലെ ജനങ്ങൾക്കത് ബോധ്യം വന്നിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെയുള്ള ഈ കഴിഞ്ഞ ദിവസമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന ഭാരവാഹിയായിരുന്ന ഒരാൾ പറയുന്ന, അന്നത്തെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഷാഫി പറമ്പിലിനോട് ഞാൻ പണ്ടേ ഇദ്ദേഹത്തെക്കുറിച്ച്, രാഹുലിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ്സിലെ പല ആളുകളോടും മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടിയിലേക്ക് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ആളുകൾ വരേണ്ടതില്ല, അതുകൊണ്ട് രാഹുലിനെ പ്രൊമോട്ട് ചെയ്യരുത് എന്ന് കോൺഗ്രസിൻ്റെ തന്നെ ഒരു സംസ്ഥാന ഭാരവാഹി, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് രാഹുൽ വിഷയത്തിനകത്ത് ബി ജെ പിയുടെ സ്ഥാനം വളരെ ക്ലിയറാണ്. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിക്ക് അകത്തോ കോൺഗ്രസ് പാർട്ടിക്ക് പുറത്തോ പ്രവർത്തിക്കുന്നതിന് യാതൊരുവിധ യോഗ്യതയും അദ്ദേഹത്തിനില്ല. അല്ല, വോട്ട് എന്ന് പറയുന്നത് ഏതൊരാളുടെയും ജനാധിപത്യ അവകാശമാണ്. അതിനകത്ത് അദ്ദേഹം വോട്ട് ചെയ്യാൻ വരുന്നതും വരാതിരിക്കുന്നതുമെല്ലാം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമാണ്. ഈ കഴിഞ്ഞ 10-13 ദിവസം കേരള പോലീസ് എന്തുകൊണ്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്തില്ല? അവരുടെ കയ്യിൽ ഈ പരാതി കിട്ടി, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിൽ അന്വേഷണം കാര്യങ്ങളിൽ അതിൽ കേരള പോലീസ് എന്തിനാണ് ഈ ഒളിച്ചുകളി നടത്തേണ്ടതായിട്ടുള്ളത്? ഇദ്ദേഹത്തെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതോ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള സാഹചര്യമില്ല. ഇതെല്ലാം പോലീസിനെ കൊണ്ട് സാധിക്കുമായിരുന്നു. പോലീസിൻ്റെ മേലുള്ള ആ സമ്മർദ്ദ ശക്തി ആരുടേതാണ്?
അത് കേരള പോലീസ് വ്യക്തമാക്കാൻ തയ്യാറാണ്. ഇപ്പോൾ ഇന്നലെ ഈ ജാമ്യം നൽകിയിട്ട് കോടതി ഈ പരാതിയെക്കുറിച്ച് പറയുന്നത് ഇതിൽ പരാതിയിൽ സംശയമുണ്ട്, കാരണം ഈ പരാതി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലാണ് ഇന്നലെ കോടതി ജാമ്യം നൽകി പറയുന്നത്. അത് രണ്ടാമത്തെ കേസിനെ സംബന്ധിച്ചാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അതിൽ മേൽക്കോടതികളിലേക്ക് ഹൈക്കോടതിയിലോട്ട് അത് റെഫർ ചെയ്തിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുൻപ് പരാതി മറ്റൊന്നും കൂടെ നിലനിൽക്കുന്നുണ്ട് ഇവിടെ. പിന്നെ അതിനെ സംബന്ധിച്ചെല്ലാം കൂടുതൽ വ്യക്തമാക്കേണ്ടതായിട്ട് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയൻ സർക്കാരാണ് അതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതായിട്ടുള്ളത്. ഏതായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽക്കെതിരെയുള്ള പ്രതിഷേധം ബി ജെ പി വളരെ തുടക്കം മുതൽ പറഞ്ഞില്ല. അദ്ദേഹം രാജിവെക്കുന്നത് വരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളുടെ